തട്ടുകടയിലൊക്കെ കിട്ടും നല്ല നാടൻ ടേസ്റ്റുള്ള കാടമുട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 2 സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസുള്ള 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ വീട്ടിൽ ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് മസാലപ്പൊടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരുത്തിയാൽ ആ ഒരു തട്ടുകട സ്റ്റൈലിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നന്നായിട്ട് ഉള്ളി വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് നിർബന്ധമാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാൻ അവിടെ 2 എണ്ണം ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ഇഞ്ചിയുടെ ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി. ഞാനിവിടെ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ അത്രേ എടുത്തിട്ടുണ്ടാവുള്ളൂ. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എരിവൊക്കെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. നന്നായിട്ട് പൊടിയുടെ പച്ചമണമൊക്കെ മാറുമ്പോൾ ഇതിലേക്ക് നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ നമുക്കിനി തക്കാളി ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാനിതിനൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഉടഞ്ഞാലേ നല്ല മസാല നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തവി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ഏകദേശം ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 1/4 കപ്പ് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. തിളച്ച വെള്ളം തന്നെ ചേർക്കണം, എന്നാലേ നല്ല മസാലയ്ക്ക് നല്ല ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കണം, അല്ലെങ്കിൽ ഒരു 2 നുള്ളു പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് പുഴുങ്ങിയെടുത്തിട്ടുള്ള കാടമുട്ട ചേർത്ത് കൊടുക്കുക. അത് എത്ര എണ്ണം വേണമെങ്കിലും ചേർക്കാം കേട്ടോ, നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ അനുസരിച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ അതേ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി. നല്ല ടേസ്റ്റിയാണ്. ഏറ്റവും അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ രീതിക്ക് തന്നെ നമുക്ക് സാധാ മുട്ടയൊക്കെ വെച്ചിട്ടും ചെയ്യാം. കാടമുട്ടയാകുമ്പോൾ കുറച്ചും കൂടെ രസമായിരിക്കും കഴിക്കാൻ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാൻസ് കണ്ണൂർ കിച്ചൻ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.